Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. മുത്തശ്ശന്റെ റൂമിൽ എന്തോ വീണതുപോലെ ശബ്ദം കേട്ടല്ലോ. ഇത് വലിയ പ്രശ്നമായല്ലോ. നമ്മുടെ ഈ അടിപൊളി പാലസ് പെരിഗോ റൗണ്ട് ആക്കി ആരാ മാറ്റിയത്? രുദ്ര, ഇതൊന്ന് നിർത്തേ. അവൻ ആരായാലും ശരി, തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും ക്ലൂ വിട്ടിട്ട് പോയിട്ടുണ്ടാവും. റൂം ചെക്ക് ചെയ്യാം. ഈ പുകക്കാരനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവന്റെ എനർജി ഒന്ന് ട്രേസ് ചെയ്യാൻ ട്രൈ ചെയ്യ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ഇവിടുന്ന് കാണാതെ പോയിട്ടില്ല. പിന്നെ അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുട്ടികളെ, നിങ്ങൾ എന്റെ റൂമിൽ എന്താ ചെയ്യുന്നേ? മുത്തശ്ശ, ആരോ നിങ്ങളുടെ റൂമിൽ കടന്നു കയറി എന്താ അടിച്ചു മാറ്റിട്ട് പോയിരിക്ക. ആരാണ് എന്താ അടിച്ചു മാറ്റിയത്? അത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞേ? ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താണ്? ഞാൻ ഇതിനകത്താണല്ലോ സൺസിറ്റി ലാൻഡിന്റെ എഗ്രിമെന്റ് പേപ്പർ വെച്ചിരുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൺസിറ്റിയിലെ പല സ്ഥലങ്ങൾ ഞാൻ മജീഷ്യൻ ധരം സിംഗിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ആ പേപ്പേഴ്സ് ഇവിടുന്ന് കാണാതെ പോയിരിക്കുന്നു. പക്ഷെ അത് എടുത്തുകൊണ്ട് പോയിട്ട് ആർക്ക് എന്താണ് ലാഭം? ജയ്സിംഗ്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ധരം സിംഗ് നിനക്കെതിരായിട്ട് ചീറ്റിംഗ് ചെയ്തതായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതുകൊണ്ട് നാളെ നീ മജീഷ്യൽ സ്ക്വാഡിൽ വന്നേ പറ്റൂ. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുത്തശ്ശ? അതാണ് എനിക്കും മനസ്സിലാകാത്തത് കുട്ടികളെ. ഓർഡർ, ഓർഡർ. ജയ്സിംഗ്, ധരം സിംഗ് നിനക്കെതിരായി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് സൺ സിറ്റിയിൽ നിന്നും ചില സ്ഥലങ്ങൾ അയാളിൽ നിന്നും വാടകയ്ക്കെടുത്തെന്നാ പറയുന്നത്. ആ സമയം അവസാനിച്ചിട്ട് പോലും നീ ആ സ്ഥലം തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. ഇതിൽ നിനക്കെന്താ പറയാനുള്ളത്? ഓ, ആദ്യം അയാൾ ലാനിനെ പേപ്പേഴ്സ് അടിച്ചു മാറ്റി, എന്നിട്ട് എന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തു. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ അദ്ദേഹത്തിന്റെ നിന്ന് സ്ഥലം വിലക്ക് മേടിച്ചതാണ്, വാടകയ്ക്ക് എടുത്തതല്ല. സർ മജസ്റ്റിക്, അത് കള്ളമാണ്. ഞാൻ അയാളിൽ നിന്നും പേപ്പർ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല. അത് സാരമില്ല. ആ എഗ്രിമെന്റിന്റെ കോപ്പി രജിസ്റ്റർ ഓഫീസിലുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം. സർ മജസ്റ്റിക്കോ, ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിന് സോറി. ഞാൻ ചെന്ന് ആ പേപ്പേഴ്സ് എടുത്തോണ്ട് വരാം. എനിക്ക് 1 മണിക്കൂർ സമയം തന്നാൽ മതി. രുദ്ര, നിക്ക്, ഞാനും നിന്റെ കൂടെ വരാം. തട്ടിമുട്ടി ഞാനൊരു വഴിയാവേ. രുദ്ര, ഞാനിതാ വരുന്നു. അവൻ നമുക്ക് മുന്നേ ഇവിടെ എത്തിയെന്ന് തോന്നുന്നത്. ലെറ്റ്സ് ഗോ ഫാസ്റ്റ്.
ഓ ഓ ഇവരെല്ലാം അബോധാവസ്ഥയിലാണല്ലോ. രുദ്ര എല്ലാരും അങ്ങനെയാ. രുദ്ര അത് കണ്ടോ, സ്മോക്കി സ്ട്രക്ചർ. Zibaiska. Sakın koştu. മൈറ വരുൺ വേഗം ചെന്ന് രജിസ്റ്റർ എടുക്ക്. അവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. രുദ്ര രജിസ്റ്റർ. ആ കിട്ടിപ്പോയി. ഒന്നും തെളിച്ച് കാണാൻ പറ്റുന്നില്ല. രജിസ്റ്റർ പാറ്റുന്നത് എന്റെ അടുത്തുണ്ട്. Zibaiska, disappear. Oh no, Myra, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി രുദ്ര, അയാളെ ഫയൽ എടുത്തോണ്ട് പോയി. ഇറ്റ്സ് ഓക്കെ മൈറ, ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് അയാളുടെ അഡ്രസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഫസ്റ്റ് സർ ഹെൽപ്പ്. എന്ത് പറ്റി രുദ്ര? സോ ഞങ്ങൾക്ക് അർജന്റായിട്ട് ചില ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. എന്ത് ഇൻഫർമേഷനാ വേണ്ടത്? ഏതോ ഒരു മജിഷ്യൻ മുതശ്ശന്റെ കയ്യിൽ നിന്നും സൺസിറ്റിയുടെ പേപ്പർ മോഷ്ടിച്ചു. അതാണ് കാര്യം. എന്ത്? ആരാവൻ? ഞങ്ങൾക്ക് അവനെ ശരിക്കും കാണാൻ പറ്റില്ല. അവൻ എപ്പോഴും പുകയ്ക്കകത്ത് മറഞ്ഞു നിൽക്കാണ്. പിന്നെ അവന്റെ ശരീരത്തിൽ മൊത്തം ഷൈനിങ് സ്റ്റാർസ് ഉണ്ട്. സ്റ്റാർസോ? ഒരു പക്ഷെ മിസ് എൻക്വയറിക്ക് അതറിയാമായിരിക്കും. മിസ് എൻക്വയറി എഴുന്നേൽക്കൂ. എന്ത് പറ്റി അലഗ സർ? അർജന്റായിട്ട് ഒരു ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. പുക കൊണ്ട് ആരാണ് തന്റെ ഇമേജ് മറച്ച് നടക്കുന്നത്? മാത്രമല്ല അവന്റെ ശരീരത്തെ സ്റ്റാർസ് വെട്ടി തിളങ്ങുന്നുണ്ട്. സോറി, ഇപ്പോൾ ലഞ്ച് ടൈമാണ്. നോ വർക്ക്. എന്തെങ്കിലും നാഷണൽ എമർജൻസി അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞു വരൂ. മിസ് എൻക്വയറി, ഒരാളും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു പോയിരിക്കുക. പ്ലീസ് ഹെൽപ്പ്. ഐ എം സോറി, ഇത് നാഷണൽ എമർജൻസി ഒന്നുമല്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. വേണ്ട മൈറ, ഐ കാന്റ് ഡു ഇറ്റ്. ഓക്കേ ഓക്കേ. അയ്യോ, ഇതെന്താ ഭൂകമ്പമാണോ? അയ്യോ, ഇതെന്താ ഭൂമി കുലുക്കമാണോ? നിങ്ങളുടെ മുഖത്തെല്ലാം എന്താ ഇങ്ങനെ പുകയുടെ അടയാളം? ഇതെല്ലാം ചെയ്യുന്നത് ആ വില്ലനാണ്. അവൻ ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ഇങ്ങനെയാക്കി മാറ്റും. പിന്നെ നമ്മളെല്ലാരും പുകയായിട്ട് മാറും. പിന്നെ എല്ലാം തീരും. അയ്യോ, എന്റെ ഫേസും ബ്ലാക്ക് ആകുകയാണ്. അയ്യോ, എന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. അത് സാരല്ല, ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം അല്ലേ. ഇനി എല്ലാരും കഥയും അവസാനിക്കട്ടെ. വിട്ടേക്ക്. അല്ല, ഇത് പേഴ്സണൽ പ്രോബ്ലം അല്ല, ഇത് നാഷണൽ എമർജൻസി ആണ്. നാഷണൽ എമർജൻസി! അവനെങ്ങനെ വിട്ടയച്ചാൽ അവൻ ഈ നാട് മുഴുവൻ നശിപ്പിക്കും. അവന്റെ പേര് അൺനോൺ മജീഷ്യൻ എന്നാണ്. അവൻ സ്പേസിലാണ് താമസിക്കുന്നത്. അവനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും ആ ബുക്കിലുണ്ട്. താങ്ക് യു.
ഉം. എന്താ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ പഴയതുപോലെ ആയത്? നാഷണൽ എമർജൻസി അവസാനിച്ചു. എന്ത്? നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നോ? ഓ, ഉം. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചതിച്ചു അല്ലേ? എന്തായാലും എന്റെ ഫേസ് പഴയതുപോലെ ആയല്ലോ. ആ, 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 ഹോ, 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 ഹോ. ഹോ, 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 ഹോ. Zibajsko, Bakri video. Ho, 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 ho. ആ ബുക്ക് നമ്മളിട്ട് കളിപ്പിക്കുകയാണല്ലോ. അത് എങ്ങോട്ടാ പോയത്? ഏതെങ്കിലും ഒരു സെൽഫിൽ അത് പതുങ്ങിയിരിക്കും. ലെറ്റ്സ് പ്ലേ ഇറ്റ്. ഓക്കെ രുദ്ര. ഹോ, 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 ഹോ. Ho, 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 ബുക്ക് പ്രൊട്ടക്ടർ, ആ ബുക്കിനെ പിടിച്ചു നിർത്ത്. Thank you, book protector. ഹോ, അവൻ അതിവേഗ കാറ്റിന്റെ വേഗത്തിൽ വന്നു ചെല്ലും. പക്ഷേ കാറ്റിന്റെ ആ വേഗം അവനൊട്ടും ഏൽക്കില്ല. ഇതുവരെ അവന്റെ മുഖം ആരും കണ്ടിട്ടില്ല. അവൻ എന്തുകൊണ്ട് അവന്റെ മുഖം മറച്ചു പിടിക്കുന്നെന്ന് ആർക്കും അറിയില്ല. ഇതെന്ത് കടങ്കഥയായത്? വരട്ടെ, നമുക്ക് എവിഡൻസ് ഒക്കെ നേരെ കോർട്ടിലേക്ക് കൊണ്ടുപോവാം. താങ്ക് യു ലസ സർ. എന്നെ ആർക്കും അറിയില്ല, എന്നെ ആർക്കും കാണാനും പറ്റില്ല, ആരും എന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അൺനോൺ മജീഷ്യനാണ്. നിങ്ങൾക്ക് ആ പുകയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കില്ല. എന്ത് അനുവാദമില്ലാതെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കില്ല. അൺനോൺ മജീഷ്യൻ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം ഉണ്ടല്ലോ, അതെന്തായാലും നീ തന്നെ ഞങ്ങളെ സ്വയം പുറത്തേക്ക് എടുക്കും.
ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞാനിതാ ഒത്തിക്കഴിഞ്ഞു രുദ്ര. ചേടാ ആരാ എന്നെ ഇങ്ങനെ തള്ളി താഴ്ത്തത്? അറ്റാക്ക് ചെയ്തതിനു മുമ്പ് എന്നോടൊന്ന് പറയില്ലായിരുന്നോ? അതിവേഗം വീശുന്ന കാറ്റ് പോലെ വരും, പക്ഷെ അത് അവനെ തൊടില്ല. ഷെടാ, ഞാൻ ആ കാര്യം എങ്ങനെയാ മറന്നുപോയത്? ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾ മാത്രമാണ് എന്റെ ശരിയായ രൂപം കണ്ടത്. രുദ്ര, നീ എന്നെ കണ്ടത് സത്യമാണ്. പക്ഷെ ഇനി എന്നെ കുറിച്ച് നിനക്ക് ആരോടും പറയാനാവില്ല. രുദ്ര, നിന്റെ മാജിക്കിന്റെ പവർ അത്ര പെട്ടെന്ന് ഡ്രോപ്പ് ആയി പോയില്ലേ? Zibaiska! Boom, chick, chick, boom! ഒന്ന് മതിയാക്ക്, ഞാൻ തോറ്റു, സമ്മതിച്ചു ഞാൻ. സമയം 3 മണിയായി കഴിഞ്ഞു. രുദ്രയ്ക്ക് കൊടുത്ത 1 മണിക്കൂർ ഇതാ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് തീരുമാനിച്ചേ പറ്റൂ. സൺ സിറ്റി ലാൻഡ് ഡീലിന്റെ എവിഡൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് സൺ സിറ്റിയുടെ ലാൻഡ് ധരം സിംഗിനെ തന്നെ ഏൽപ്പിക്കേണ്ടതാണ്. നോക്കൂ സർ, മജസ്റ്റിക്കോ. ഇതാണ് എവിഡൻസ്. ആരോ പറഞ്ഞിട്ടാണ് ഇവൻ ആ സൺ സിറ്റി ലാൻഡ് പേപ്പേഴ്സ് മോഷ്ടിച്ചിരിക്കുന്നത്. അതെ, ഇതാരാണ് ധരം സിംഗ്? അവൻ ആരാന്ന് എനിക്കറിയില്ല. പേപ്പേഴ്സ് അടിച്ചു മാറ്റാൻ പറഞ്ഞത് ഞാനല്ല. എന്നെ ഷാക്കാൽ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്. ഞാനിങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചു സർ മജസ്റ്റിക്കോ. ഞാൻ മാജിക് മജീഷ്യനാണ്.
എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷഹാൽ. പേര് മാത്രമേ ഉള്ളൂ. നിന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ? അൺനോൺ മജീഷ്യൻ. ഇന്ന് വരെ ഇവനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവസാനം ഒരു കൊച്ചു ചെക്കൻ രുദ്രയുടെ മുന്നിൽ തോറ്റ് മടങ്ങിപ്പോയല്ലേ? ചാർക്കോൾ, നീ കാരണമാണ് ഞാനിപ്പോൾ പുറത്തായത്. നീ ആദ്യമേ എന്താണ് പറയാത്തത്? രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കിനെയും ഒരിക്കലും സംശയിക്കരുതെന്ന് പറയുന്നതായിരുന്നോ? എടാ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ജോലി ചെയ്യാനായിട്ട് നീ ഇറങ്ങി പോകുമായിരുന്നോ? ഇനി നീയായി നിന്റെ പാടായി. ഞാൻ പോകുക. ടാറ്റാ. രുദ്ര എല്ലാ കാര്യവും കണ്ണാടി പോലെ തെളിവാക്കി തന്നിരിക്കുകയാണ്. ഷാക്കാൽ അൺനോൺ മജീഷ്യനെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ശരിയാണോ? അതുകൊണ്ട് ഇവന് തീർച്ചയായും ശിക്ഷ കിട്ടും. രുദ്രയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ടോട്ടൽ സൺസിറ്റിക്കും ഒരു ഗ്രാൻഡ് പാർട്ടി. Watch India's largest kids library only on Jio Hotstar. Download the app now.